അല്ല ഇത് പറയണ്ടേ? ഇത് പറയണ്ടേന്ന്. പിന്നെ 1 കിലോമീറ്റർ ദൂരെ പോയി നിന്ന് എങ്ങനെ പറയുന്നേ? അതെടുത്ത് ഇങ്ങോട്ട് എന്താ ചെയ്യാനാ? ഇങ്ങോട്ട് കയറ്റിയോ? അമ്മേ ഇത് കഴിഞ്ഞ കാലിനടിച്ച് വീണതാണ്. അത് തോരൻ വെക്കാൻ ഒന്നും ആയില്ല പിന്നെ. പക്ഷെ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ട്. എന്തോന്നറിയാമോ? ഇതും കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഈ പൊട്ടുകൊല ഇത് പാളാന്തോടം കായാണേ. കാണിച്ചു തരാം. ഒരെണ്ണം എടുത്ത് കുറിച്ച് കാണിക്കും. അയ്യോ അവിടെ ഇരിക്കുപോലെ അറിയാതെ. ഇതൊന്നും ആയില്ല, അതിനകത്തൊന്നും ആയില്ല. പക്ഷെങ്കിൽ ടെസ്റ്റ് വേണമെങ്കിൽ തൊലി സഹിതം അരിഞ്ഞ് തോരനൊക്കെ വയ്ക്കാൻ കൊള്ളാം. പിന്നെ പക്ഷേ ഈ പൊട്ടുകയ കൊണ്ട് വേറൊരു പ്രയോജനമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. നെഞ്ചരിച്ചിൽ ചിലത് പറയാമല്ലോ, എനിക്ക് നെഞ്ചരിക്കുന്നു പുട്ട് കഴിക്കുമ്പോഴേ, അല്ലെങ്കിൽ വേറെ ഓരോരോ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴേ ഇങ്ങനെ ഗ്യാസ് ഉണ്ടാവുകയും നെഞ്ചരിച്ചിലുണ്ടാവുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഈ പാളാന്തോടം കായ് പൊട്ടുകായ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊളിക്കാം. കൈ വെച്ച് വേണേൽ പൊളിച്ചെടുക്കാം. കറ പറ്റുമതുകൊണ്ട് ഞാനിങ്ങനെ പൊളിക്കും. ഇത് കണ്ടു കറ ഒഴിക്കുന്നുണ്ട്. അത് താഴെപ്പ് അത് പോട്ടെ. ഇങ്ങനെ ചരച്ച് തിന്നാല് നെഞ്ചരിച്ചിൽ പമ്പ കിടക്കും. നെഞ്ചരിച്ചിൽ നിങ്ങളാരെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പം നല്ല പെട്ടെന്ന് നമുക്ക് നെഞ്ചരിച്ചിൽ മാത്രം മരുന്നാണത്. പക്ഷേ പാളാന്തോടക്കായാണ് ഏറ്റവും നല്ലത്. അറിയാവുന്നവരും കാണും, അറിയാവുന്നവരും കാണും, അറിയാത്തവരും കാണും. ഇതിപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് വലിയൊരു അറിവാണെന്നോ അല്ലെങ്കിൽ വലിയൊരു കാര്യം പറയാമെന്നോ ആരും വിചാരിക്കില്ല കേട്ടോ. അറിയാൻ വയ്യാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഒരറിവും ചെറുതല്ല. അത് നമുക്കെല്ലാവരും നമ്മൾ മനസ്സിലാക്കുക നല്ലതാണ്. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.